ഹലോ വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ ധന്യ. അപ്പൊ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ CDPന്റെ നോട്ടിഫിക്കേഷൻ ഒക്കെ വന്നു. അപ്പൊ അതിൽ നമുക്കറിയാം നമ്മുടെ സിലബസ് എന്ന് പറയുന്നത് എങ്ങനെയാണ്. സൈക്കോളജി, സോഷ്യോളജി, സോഷ്യൽ വർക്ക് ആൻഡ് ഹോം സയൻസ് അല്ലെ. ഓരോന്നിനും 25 മാർക്ക് വീതമാണ്. അതായത് ഹോം സയൻസ് 25 മാർക്ക്, സോഷ്യൽ വർക്ക് 25, സോഷ്യോളജി 25, സൈക്കോളജി 25. അപ്പോൾ ഇതിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഈ പഠിക്കുന്നവർക്ക് നേരിടേണ്ടി വരുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ സൈക്കോളജിക്കാർക്ക് കുഴപ്പമുണ്ടാവില്ല. കാരണം സൈക്കോളജിക്കാർക്ക് എന്ന് പറയുമ്പോൾ സൈക്കോളജി എന്തായാലും അവർക്ക് അറിയാം. പിന്നെ സോഷ്യോളജിയും സോഷ്യൽ വർക്കൊക്കെ നമുക്ക് കുറച്ചുകൂടെ പഠിക്കാൻ കുറച്ചുകൂടെ എളുപ്പമാണ്. ഞാൻ പറയുന്നത് എല്ലാവരെയും ഉദ്ദേശിച്ച് പറയുമല്ല, പക്ഷെ നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്നതാണ് ഈ സോഷ്യൽ വർക്കും അതുപോലെ തന്നെ സോഷ്യോളജിയിൽ വരുന്ന പല കാര്യങ്ങളും. പിന്നെ ഹോം സയൻസിൽ കുറെ സയൻസ് ടേംസും കാര്യങ്ങളും എല്ലാം ഉണ്ട്. പക്ഷെ എന്നാലും നമുക്ക് അത് അത്ര ഡിഫിക്കൽട്ട് ആയിട്ട് വരുന്നില്ല. പക്ഷെ ഇതാണ് നമുക്ക് കുറച്ചുകൂടെ ഒന്ന് ഡിഫിക്കൽട്ട് ആയിട്ട് വരുന്നത് അല്ലെ. അതായത് ഹോം സയൻസ്, സോഷ്യോളജി ആൻഡ് സോഷ്യൽ വർക്ക് എടുത്തവർക്ക് എങ്ങനെ സൈക്കോളജി പഠിക്കാന്നുള്ളതാണ്. അപ്പൊ പല സ്റ്റുഡൻസും ഇപ്പൊ നമ്മുടെ ഇവിടെ തന്നെ നമ്മുടെ CDPന്റെ കോഴ്സ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ അതിൽ പറയുന്ന പല സ്റ്റുഡൻസ് എനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ച കാര്യമായിരുന്നു, അവർ ഈ ഹോം സയൻസും അതുപോലെ തന്നെ സോഷ്യോളജിയും സോഷ്യൽ വർക്കും പഠിക്കുന്നവര് എങ്ങനെയാണ് മിസ് സൈക്കോളജി പഠിക്കുന്നത്, അല്ലെങ്കിൽ സൈക്കോളജി നമുക്കത് സിലബസിൽ കുറെ കാര്യങ്ങൾ നമുക്ക് അറിയാത്ത കാര്യങ്ങളുണ്ട്, കുറച്ചുകൂടെ പഠിക്കാൻ പാടുള്ള അല്ലെങ്കിൽ കുറെ തിയറീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ എങ്ങനെ പഠിക്കാന്നുള്ളൊരു ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ സൈക്കോളജിന്റെ സിലബസ് നിങ്ങൾക്ക് അറിയാലോ. എങ്ങനെയാണ് സൈക്കോളജിന്റെ സിലബസ് വരുന്നത്? ഇൻട്രൊഡക്ഷൻ ടു സൈക്കോളജി യൂണിറ്റ് 1 അല്ലെ. യൂണിറ്റ് 1 എന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷൻ ടു സൈക്കോളജി ആണ്. ദെൻ യൂണിറ്റ് 2 എന്ന് പറയുമ്പോൾ ബയോളജിക്കൽ ബേസിസ് ഓഫ് ബിഹേവിയർ വരുന്നുണ്ട്. യൂണിറ്റ് 3 സെൻസേഷൻ, അറ്റൻഷൻ, പെർസെപ്ഷൻ ആൻഡ് കോൺഷ്യസ്നെസ് ഉള്ള ഒരു ഭാഗമാണ് വരുന്നത്. യൂണിറ്റ് 4 സൈക്കോളജിക്കൽ പ്രോസസ്സ് വരുന്നുണ്ട്. യൂണിറ്റ് 5 പേഴ്സണാലിറ്റി ആൻഡ് അബ്നോർമൽ ബിഹേവിയർ വരുന്നുണ്ട്. ദെൻ യൂണിറ്റ് 6 സോഷ്യൽ സൈക്കോളജി വരുന്നുണ്ട്. അപ്പൊ ഇത്രയും ഭാഗങ്ങളാണ്, ഈ 6 യൂണിറ്റ് ആണ് നമുക്ക് നമ്മുടെ സൈക്കോളജിയിൽ വരുന്നത്. അപ്പൊ ഇതില് നമുക്കിപ്പോ ഇൻട്രൊഡക്ഷൻ ടു സൈക്കോളജി അല്ലെങ്കിൽ സൈക്കോളജിന്റെ കുറെ കാര്യങ്ങളൊക്കെ നമ്മുടെ സോഷ്യൽ വർക്കിലും സോഷ്യോളജിയിലൊക്കെ പഠിക്കുന്നുണ്ട്. സോഷ്യൽ വർക്കിലൊക്കെ പഠിക്കാനുണ്ട് അല്ലെ. സോഷ്യൽ വർക്കിലൊക്കെ അതിന്റെ കുറെ കാര്യങ്ങൾ നമുക്ക് സൈക്കോളജിന്റെ കുറെ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. പിന്നെ നിങ്ങളിപ്പോ PG പഠിക്കുന്ന സമയത്ത് എലക്ടീവ് പേപ്പർ ആയിട്ട് നമ്മുടെ സൈക്കോളജി എടുത്തതാണെന്നുണ്ടെങ്കിൽ അതിൽ കുറച്ചുകൂടെ നമുക്ക് കാര്യങ്ങൾ പഠിക്കാനായിട്ടുണ്ട്. ഇപ്പൊ ക്ലിനിക്കൽ സൈക്കോളജി പോലുള്ള കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ പഠിക്കാനുണ്ട്. പക്ഷെ അത് എലക്ടീവ് പേപ്പർ ആയിട്ട് എടുക്കാത്തവർക്ക് അവിടെയും കുറച്ചുകൂടെ പ്രയാസം വരുന്നുള്ളതാണ്. അപ്പൊ ആദ്യം പറയേണ്ട കാര്യം, ഇതിൽ ഇപ്പൊ ടിപ്സും കാര്യങ്ങളൊന്നും അല്ലേ പറയുന്നത്, നമ്മൾ എന്തായാലും പഠിക്കണം. പക്ഷെ ഇതിന് കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് കറക്റ്റ് ഒരു സ്റ്റഡി പ്ലാൻ വെച്ച് നിങ്ങൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് 25 മാർക്ക് അങ്ങോട്ട് നേടിയെടുക്കാനായിട്ട് സാധിക്കും. കറക്റ്റ് ഒരു സ്റ്റഡി പ്ലാൻ വെക്കണം. അപ്പൊ ആ ഒരു സ്റ്റഡി പ്ലാനിൽ ഇതെല്ലാം ഉൾപ്പെടുത്തണം. അതായത് ഈ സൈക്കോളജി ആയിക്കോട്ടെ, സോഷ്യോളജി ആയിക്കോട്ടെ, സോഷ്യൽ വർക്ക് ആയിട്ട്, ഹോം സയൻസ് ആയിക്കോട്ടെ. അതായത് നിങ്ങളിപ്പോ ഒരു സോഷ്യോളജി പഠിച്ചൊരു വിദ്യാർത്ഥിയാണെങ്കിൽ ആ സോഷ്യോളജി നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് വിടരുത്. കാരണം അത് നമുക്കറിയണം. അതിൽ ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുത്ത് അത് മാത്രം ഇരുന്ന് പഠിക്കുകയും ചെയ്യരുത്. കാരണം എല്ലാത്തിനും ഈക്വൽ വെയിറ്റേജ് ആണ്. അപ്പൊ സോഷ്യോളജി പഠിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇതിൽ എന്താണ് മെയിൻ ആയിട്ട്, നമുക്ക് സൈക്കോളജി കുറച്ചുകൂടെ കൂടുതലായിട്ട് ഇരുന്ന് പഠിക്കാനായിട്ടുണ്ടാവും. അപ്പൊ നമ്മുടെ സ്റ്റഡി പ്ലാനിൽ നമ്മൾ അങ്ങനെയായിരിക്കണം ഉൾപ്പെടുത്തേണ്ടത്. മനസ്സിലായോ? അതായത് സ്റ്റഡി പ്ലാനിൽ നമ്മൾ എല്ലാത്തിലും ഈക്വൽ വെയിറ്റേജ് കൊടുക്കുന്നതിന് പകരം നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾക്ക് ഏതാണോ, ഇപ്പൊ സൈക്കോളജി ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണ്, നിങ്ങൾക്ക് ഏതാണോ ഇവിടെ ഭയങ്കര വീക്ക് ഏരിയ ആയിട്ട് തോന്നുന്നത്. ഇപ്പൊ ഓരോരുത്തർക്കും അവരുടെ സ്ട്രോങ് ഏരിയ ഉണ്ടാവും, അവരുടെ വീക്ക് ഏരിയ ഉണ്ടാവും അല്ലെ. അപ്പൊ നിങ്ങൾക്ക് എന്താണോ അവിടെ വീക്ക് ഏരിയ ആയിട്ട് തോന്നുന്നത്, ആ ഒരു കാര്യം കുറച്ചുകൂടെ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട്, സ്ട്രെസ് കൊടുത്തുകൊണ്ട് പഠിക്കുക എന്നുള്ളതാണ് പറയാനായിട്ടുള്ളത്. പിന്നെ ആ ഒരു സ്ട്രോങ് ഏരിയയിൽ നമ്മൾ എന്ത് ചെയ്യണം, കുറച്ചുകൂടെ ക്വസ്റ്റ്യൻസ് ഒക്കെ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് ആ ഒരു സ്ട്രോങ് ഏരിയ ഒന്നുകൂടെ സ്ട്രോങ് ആക്കാനും കൂടെ ശ്രമിക്കണം. അപ്പൊ നമ്മൾ ഇവിടെ സൈക്കോളജിന്റെ കാര്യമാണ് പറയുന്നത്. നിങ്ങൾക്ക് ഇനി വേറെ ഏതെങ്കിലും ബുദ്ധിമുട്ടായിട്ട് തോന്നുവാണെങ്കിൽ നിങ്ങൾക്ക് അത് വീഡിയോന് താഴെ കമന്റ് ചെയ്യാം. ഓക്കെ, ഇതിപ്പോ സൈക്കോളജി എനിക്ക് സിമ്പിൾ ആണ്, വേറെ ഒന്നാണ് എനിക്ക് ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നുന്നത്, അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതും അവിടെ വീഡിയോന് താഴെ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം കേട്ടോ. അപ്പൊ ഇതിൽ നമുക്ക് പഠിക്കാനുള്ള ഭാഗങ്ങൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ സൈക്കോളജിയിൽ ഇൻട്രൊഡക്ഷൻ ടു സൈക്കോളജി ആദ്യമുള്ളത് എന്താണ്, സൈക്കോളജി അപ്രോച്ചസ് ടു സൈക്കോളജി, സ്ട്രക്ചറലിസം, ബിഹേവിയറലിസം, ജസ്റ്റാൾട്ട് സൈക്കോളജി, അതുപോലെ ബയോളജിക്കൽ, സൈക്കോ അനലിറ്റിക്കൽ, ഹ്യൂമനിസ്റ്റിക്, കോഗ്നിറ്റീവ് അപ്രോച്ചസ്, ദെൻ മെത്തേഡ്സ് ഇൻ സൈക്കോളജി, മെത്തേഡ്സ് ഇൻ സൈക്കോളജി. അതിൽ തന്നെ നോക്കിക്കേ, കേസ് സ്റ്റഡി വരുന്നുണ്ട്, സർവേ വരുന്നുണ്ട്, എക്സ്പെരിമെന്റൽ മെത്തേഡ്സ് വരുന്നുണ്ട്. അപ്പൊ ഇതിൽ കുറെ കാര്യങ്ങളൊക്കെ നിങ്ങൾ സോഷ്യോളജിയിലും സോഷ്യൽ വർക്കിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. പക്ഷെ എന്നാലും ഇതിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് പറയുമ്പോൾ കുറച്ചുകൂടെ ലെവൽ കൂടിയ ക്വസ്റ്റ്യൻസ് ആണ്. അതായത് കമ്പയറിംഗ് ടു നമ്മുടെ സോഷ്യോളജിയും സോഷ്യൽ വർക്കും അതിനെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ഒരു നിലവാരമുള്ള, കുറച്ചുകൂടെ നിലവാരം കൂടിയ ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ സൈക്കോളജിയിൽ നിന്ന് വരുന്നത്. അപ്പൊ ഇതിലിപ്പോ നമ്മൾ പഠിക്കുന്ന സമയത്ത് ഇപ്പൊ ജസ്റ്റാൾട്ട് സൈക്കോളജി വളരെ ഇമ്പോർട്ടന്റ് ആണ് അല്ലെ. ജസ്റ്റാൾട്ട് സൈക്കോളജി വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ ബയോളജിക്കൽ, സൈക്കോ അനലിറ്റിക്, അതുപോലെ ഹ്യൂമനിസ്റ്റിക്, കോഗ്നിറ്റീവ് അപ്രോച്ചസ് ഇമ്പോർട്ടന്റ് ആണ്. ദെൻ ഈ മെത്തേഡ്സ് ഒക്കെ പഠിക്കുമ്പോൾ നമുക്ക് വളരെ
ഈസിയാ. ഇപ്പൊ മെത്തേഡ്സ് ഇൻ സൈക്കോളജി തന്നെ ഒബ്സർവേഷൻ എന്ന് പറയുന്നത് എന്താ, ഒരു ടെക്നിക്കാണ്. കേസ് സ്റ്റഡി ഒരു മെത്തേഡാണ്, സർവേ ഒരു മെത്തേഡാണ്, അല്ലെ, എക്സ്പെരിമെന്റൽ മെത്തേഡ്സ്. അതൊക്കെ പറയുമ്പോൾ ഇവിടെ നമുക്ക് അധികം സ്ട്രെസ് കൊടുക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല. ഏതിലാണ്? കേസ് സ്റ്റഡി, അതുപോലെ സർവേ മെത്തേഡ്, എക്സ്പെരിമെന്റൽ മെത്തേഡ്. ഇവിടെ അധികം ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട മീൻസ് അത്ര സ്ട്രെസ് ചെയ്തിരുത്തും പഠിക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല. അപ്പൊ നമ്മൾ സ്റ്റഡി പ്ലാൻ തയ്യാറാക്കുമ്പോൾ ആ ഒരു രീതിയിലാണ് സ്റ്റഡി പ്ലാൻ തയ്യാറാക്കേണ്ടത്. അതായത് നിങ്ങളിപ്പോ എല്ലാ ടോപ്പിക്സിനും ഈക്വൽ ടൈം അവിടെ കൊടുത്ത് സ്റ്റഡി പ്ലാൻ തയ്യാറാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്കത് യൂസ്ഫുൾ ആയി തോന്നില്ല. പക്ഷെ അതിന് പകരം നിങ്ങൾ ഇതിൽ ഏതാണോ കുറച്ചുകൂടെ സ്ട്രെസ് ചെയ്ത് കൊടുക്കേണ്ടത് അതിന് കുറച്ചുകൂടെ ടൈം കൂടുതൽ കൊടുക്കുന്നു പഠിക്കാനായിട്ട്. ഏതിനാണോ സ്ട്രെസ് കുറവ് വേണ്ടത് അതിന് എന്ത് ചെയ്യുന്നു, ടൈം കുറച്ച് കൊടുത്താൽ മതി. ഇതൊക്കെ നമുക്ക് എളുപ്പത്തിൽ വായിച്ച് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് ഈ കേസ് സ്റ്റഡിയും സർവേ മെത്തേഡും എക്സ്പെരിമെന്റൽ മെത്തേഡൊക്കെ. അപ്പൊ അതിൽ നിന്ന് ക്വസ്റ്റ്യൻസും വരുന്നത് ആ ഒരു ലെവലിലാണ്. നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും, ആൻസർ ചെയ്യാനായിട്ട് സാധിക്കും. ഈ രണ്ടാമത്തെ കാര്യം ബയോളജിക്കൽ ബേസ് ഓഫ് ബിഹേവിയർ. ഇനി അടുത്ത് നമ്മുടെ യൂണിറ്റ് എന്ന് പറയുന്നത് ബയോളജിക്കൽ ബേസ് ഓഫ് ബിഹേവിയർ ആണ്. അപ്പൊ എനിക്ക് തോന്നുന്നു നമ്മുടെ സോഷ്യൽ വർക്കാര്, സോഷ്യോളജിക്കാരൊക്കെ ഇത് കുറച്ചുകൂടെ പഠിക്കാൻ പ്രയാസപ്പെടുന്നുണ്ടാവും. കാരണം എന്താ, അതില് ഈ ഒരു കാര്യം അവിടെ പഠിക്കാനായിട്ടില്ല. നമ്മുടെ സോഷ്യോളജിയിലൊന്നും അധികം പഠിക്കാനില്ലാത്തൊരു ഭാഗമാണ് ബയോളജിക്കൽ ബേസ് ഓഫ് ബിഹേവിയർ. പക്ഷെ എനിക്ക് തോന്നുന്നു ഹോം സയൻസ് എടുത്തവർക്ക് കുറച്ചുകൂടെ എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്നതാണ്. അപ്പൊ ഇവിടെ നമുക്കിപ്പോ മൾട്ടിപ്പിൾ ഓഡിയൻസ് ആയതുകൊണ്ട് നമുക്ക് ഒരാളെ സ്പെസിഫൈ ചെയ്ത് പറയാനായിട്ട് സാധിക്കില്ല. ഒരു ജനറൽ ആയിട്ട് ഒരു കാര്യം പറയാൻ പറ്റില്ല. ഓരോരുത്തരും ഓരോ ടൈപ്പ് ഓഡിയൻസ് ആയതുകൊണ്ടാണ് ഞാൻ മൊത്തത്തിലുള്ള കാര്യം പറയുന്നത് കേട്ടോ. സോ ബ്രെയിൻ ആൻഡ് ബിഹേവിയർ, ന്യൂറോൺ, സ്ട്രക്ചർ ഓഫ് ന്യൂറോൺ, സിനാപ്സ്, അതുപോലെ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്, CNS, അതുപോലെ സെറിബ്രൽ ഹെമിസ്ഫിയറിക് സ്പെഷ്യലൈസേഷൻ, ലോബ്സ്, ഫോർ ബ്രെയിൻ, മിഡ് ബ്രെയിൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്താണ് നമുക്ക് പഠിക്കുക തന്നെ വേണം. അതിൽ നിന്നും കുറെ സയൻസ് റിലേറ്റഡ് കാര്യങ്ങളാണ്. നമ്മളിപ്പോ 10ാം ക്ലാസ്സിലും +1+2 പഠിച്ചിട്ടുള്ള സയൻസ് കാര്യങ്ങൾ ഞാൻ പറയുന്നത് ബാക്കി സബ്ജക്ട്സ് എടുത്തവർക്കാണ്. അപ്പൊ അങ്ങനെ സയൻസ് കാര്യങ്ങളാണ് ഇവിടെ നമ്മുടെ രണ്ടാമത്തെ യൂണിറ്റിൽ ഉള്ളത്. അപ്പൊ ഇതും ബാക്കിയുള്ള സബ്ജക്റ്റുകാർ കുറച്ചുകൂടെ ഇമ്പോർട്ടൻസ് കൊടുത്ത് നമ്മുടെ സ്റ്റഡി പ്ലാനിലൊക്കെ കുറച്ചുകൂടെ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ട കാര്യങ്ങളാണ് രണ്ടാമത്തെ യൂണിറ്റ് എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ യൂണിറ്റ് സെൻസേഷൻ, അറ്റൻഷൻ, പെർസെപ്ഷൻ ആണ്. ഇത് വളരെ സിമ്പിൾ ആയിട്ട് പഠിക്കാൻ പറ്റുന്ന കാര്യമാണ്. നോക്കിക്കേ, കോൺഷ്യസ്നസ് ഉണ്ട്, പെർസെപ്ഷൻ ഉണ്ട്, സെൻസറി ത്രെഷോൾഡ്സ്, ടൈപ്സ് ഓഫ് അറ്റൻഷൻ, മോഡൽസ് ഓഫ് അറ്റൻഷൻ, അങ്ങനെയുള്ള കാര്യങ്ങൾ പഠിക്കാനായിട്ടുണ്ട്. Then നോക്കിക്കേ, ഷേപ്പ് ഓറിയന്റേഷൻ, ബ്രൈറ്റ്നസ്, ഇലൂഷൻ, ടൈപ്പ് ഓഫ് ഇലൂഷൻ, ESP, സ്റ്റേറ്റ്സ് ഓഫ് കോൺഷ്യസ്നസ്, ബയോളജിക്കൽ റിതം, ഡ്രീം ആൻഡ് സ്ലീപ്പ്, ASE, മെഡിറ്റേഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. ഇത് നമുക്ക് കമ്പാരിറ്റീവ്ലി പഠിക്കാൻ കുറച്ചുകൂടെ എളുപ്പമായിട്ടുള്ളൊരു യൂണിറ്റ് ആണ്. ദെൻ അടുത്ത യൂണിറ്റ് എന്ന് പറയുന്നത് സൈക്കോളജിക്കൽ പ്രോസസ്. അതിൽ ലേണിംഗിൽ ഈ ക്ലാസിക്കൽ കണ്ടീഷനിങ്, ഒപ്പാരന്റ് കണ്ടീഷനിങ്, കോഗ്നിറ്റീവ് ലേണിംഗ്, ഒബ്സർവേഷൻ ലേണിംഗ്, മെമ്മറി, ഈ ഭാഗങ്ങളൊക്കെ നമ്മൾ വളരെ ബേസിക് ആയിട്ട് നിങ്ങൾ പഠിച്ച കാര്യങ്ങളായിരിക്കും. ഓൾറെഡി ഇപ്പൊ സോഷ്യോളജി, നമ്മുടെ സോഷ്യൽ വർക്കാരൊക്കെ വളരെ ബേസിക് ആയിട്ട് പഠിക്കുന്ന വളരെ ബേസിക് സൈക്കോളജിയാണ് നമ്മുടെ ഏതിലുള്ളത്, സൈക്കോളജിക്കൽ പ്രോസസ്സിലുള്ളത്. പക്ഷേ ഇവിടെ നിന്ന് നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ഒരു സ്റ്റഡി പ്ലാൻ തയ്യാറാക്കുമ്പോൾ അതിനനുസരിച്ച് തയ്യാറാക്കുക. ആൻഡ് അടുത്ത കാര്യം എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻസ് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം. കാരണം ഇതിപ്പോ വളരെ എളുപ്പമാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ ഒന്നും ചെയ്യേണ്ട, ഒന്നും പഠിക്കേണ്ട എന്നുള്ള കാര്യമല്ല ഞാൻ പറയുന്നത്. ഇതിൽ നിന്ന് മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻസ് നന്നായിട്ട് ചെയ്ത് നോക്കുക. പിന്നെ ഡിപ്പെൻസ് ആണ്, ഈ ഒരു ലേണിംഗ് തിയറി ഒക്കെ അറിയാത്തവരുണ്ടാവാം. പക്ഷെ ഞാൻ പറഞ്ഞത് കമ്പാരിറ്റീവ്ലി എളുപ്പമുള്ള ഒരു മൊഡ്യൂൾ തന്നെയാണ്, അല്ലെങ്കിൽ ഒരു യൂണിറ്റ് തന്നെയാണ് നമ്മുടെ ലേണിംഗ് തിയറീസ് അല്ലെങ്കിൽ മെമ്മറി, ഫോർഗെറ്റിംഗ് എന്നുള്ള ഈ ഒരു യൂണിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഇനി ഡിഡക്റ്റീവ് ആൻഡ് ഇൻഡക്റ്റീവ് റീസണിങ്, ഡിസിഷൻ മേക്കിംഗ് എന്നുള്ള കാര്യങ്ങളൊക്കെ അതിന്റെ ബാക്കിയായിട്ട് തന്നെ വരുന്നതാണ്. ദെൻ അടുത്ത യൂണിറ്റ് എന്ന് പറയുന്നത് പേഴ്സണാലിറ്റി ആൻഡ് അബ്നോർമൽ ബിഹേവിയർ ആണ്. അപ്പൊ ഇതിൽ നിന്നും കുറച്ച് നിലവാരം കൂടിയ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ നിന്ന് വരാറ്. അപ്രോച്ചസ് ടു പേഴ്സണാലിറ്റി, മേജർ ഐഡിയാസ് ഓഫ് ഫ്രോയിഡ്സ് തിയറി, അസസ്മെന്റ് ഓഫ് പേഴ്സണാലിറ്റി, സെൽഫ് റിപ്പോർട്ട് ആൻഡ് പ്രൊജക്റ്റീവ് മെഷേഴ്സ്. പ്രൊജക്റ്റീവ് ടെക്നിക്സിനെ പറ്റി നമ്മുടെ ടാറ്റ്, വാറ്റ്, കാറ്റ്, അല്ലെ, റോഷാക്ക്, ഇങ്ക് ബ്ലോട്ട് ടെസ്റ്റ്, അങ്ങനെയുള്ള പ്രൊജക്റ്റീവ് ടെക്നിക്സിനെ പറ്റി നമുക്ക് നന്നായിട്ട് അറിയണം. ദെൻ സൈക്കോളജിക്കൽ ഡിസോർഡേഴ്സ് ഓഫ് ചൈൽഡ്ഹുഡ് ആൻഡ് അഡോളസൻസ്, ADHD, കണ്ടക്ട് ഡിസോർഡർ, ഓപ്പോസിഷണൽ ഡിഫൈൻ ഡിസോർഡർ, ആൻസൈറ്റി ഡിസോർഡർ, മൂഡ് ഡിസോർഡർ, അങ്ങനെ പറയുന്ന ഡിസോർഡേഴ്സിനെ കുറിച്ച് പഠിക്കാനുള്ള ഒരു യൂണിറ്റ് തന്നെയാണ് നമ്മുടെ പേഴ്സണാലിറ്റി ആൻഡ് അബ്നോർമൽ ബിഹേവിയർ എന്ന് പറയുന്നത്. ദെൻ അടുത്തതാണ് സോഷ്യൽ സൈക്കോളജി എന്ന് പറയുന്നത്. നമ്മുടെ അവസാനത്തെ 6ാമത്തെ യൂണിറ്റ് ആണ് സോഷ്യൽ സൈക്കോളജി. സോ ഇതിൽ സോഷ്യൽ പെർസെപ്ഷൻ, ആട്രിബ്യൂഷൻ, ഇംപ്രഷൻ, ഫോർമേഷൻ, സോഷ്യൽ കോഗ്നിഷൻ, സോഷ്യൽ ഇൻഫ്ലുവൻസ്, കൺഫോമിറ്റി, കംപ്ലൈൻസ്, ഒബീഡിയൻസ് എന്ന് പറയുന്ന കാര്യങ്ങളുണ്ട്. ഇതും വളരെ ചെറിയ ഒരു യൂണിറ്റ് ആണ്.
വളരെ ചെറിയൊരു യൂണിറ്റ് ആണ്. അപ്പൊ നമുക്ക് നമ്മുടെ സോഷ്യോളജിയിൽ എന്നൊക്കെ പറയുമ്പോൾ 5 യൂണിറ്റ് ആണ് നമുക്കുള്ളത്. അപ്പോൾ 5 നിന്നും 5 മാർക്ക് നമുക്ക് പ്രതീക്ഷിക്കാം എന്ന് പറയാം. പക്ഷെ ഇതിൽ 6 യൂണിറ്റ് ആണ്. അപ്പൊ അവിടെ ഇതൊരു ചെറിയൊരു ചാപ്റ്റർ ആയതുകൊണ്ട് ഇതിൽ നിന്നും വെയിറ്റേജ് കുറച്ചുകൂടെ കുറവായിരിക്കും കമ്പയറിംഗ് ടു നമ്മുടെ സെക്കൻഡ് യൂണിറ്റ്. നമ്മുടെ സെക്കൻഡ് യൂണിറ്റ് എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഒരു നമ്മുടെ സിലബസിലെ ഏറ്റവും വലിയൊരു യൂണിറ്റ് ആണ് എന്തെന്ന് പറയുന്നത്, നമ്മുടെ സെക്കൻഡ് യൂണിറ്റ് എന്ന് പറയുന്നത് അല്ലെ, ബയോളജിക്കൽ ബേസിസ് ഓഫ് ബിഹേവിയർ എന്നുള്ള നമ്മുടെ സെക്കൻഡ് യൂണിറ്റ്. ഫസ്റ്റ് യൂണിറ്റും 6th യൂണിറ്റ് ഒക്കെ കമ്പാരിറ്റീവ്ലി കുറവാണ്. അപ്പൊ അതിനനുസരിച്ച് ടൈം ടേബിൾ ഇട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കണം. നന്നായിട്ട് ഇപ്പൊ പഠിച്ചു കഴിഞ്ഞാൽ സൈക്കോളജി ആയിക്കോട്ടെ അല്ലെങ്കിൽ വേറെ ഏത് സബ്ജക്റ്റ് ആണെങ്കിലും ഇപ്പൊ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, അത്യാവശ്യം മാർക്ക് സ്കോർ ചെയ്തുകൊണ്ട് നമുക്ക് റാങ്ക് ലിസ്റ്റിൽ ഇടം പിടിക്കാനായിട്ട് സാധിക്കും, അല്ലെങ്കിൽ നല്ല റാങ്ക് മേടിക്കാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പൊ നമ്മുടെ ഇവിടെ എങ്ങനെയാണ് നമ്മുടെ ഓഗസ്റ്റത്തെ ടൈം ടേബിൾ നമ്മൾ ഈ ഒരു രീതിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഇവിടെ എല്ലാത്തിനും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ സ്റ്റുഡൻസിന് അനുസരിച്ച് തന്നെയാണ്, അവരുടെ റിക്വയർമെന്റ്സും അവരുടെ സജഷൻസിനും അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അതിലും ഒരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു ടൈം ടേബിൾ ആണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. സോ ഇവിടെ ഹോം സയൻസ് കണ്ടോ, ഓരോ ദിവസം നമ്മുടെ ലൈവ് ക്ലാസ് ആണ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. ഓരോ ടീച്ചേഴ്സിന് ലൈവ് ക്ലാസ് ആണ്. ഹോം സയൻസ് ഉണ്ട്, സൈക്കോളജി, സോഷ്യൽ വർക്ക്, ദെൻ അഗെയിൻ ഹോം സയൻസ്, ദെൻ അതിനൊരു റിവിഷൻ ടൈം അവിടെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഈ മാസത്തെ ലൈവ് സെഷൻസിന്റെ ടൈം ടേബിൾ ആണ് ഞാൻ നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരുന്നത് കേട്ടോ. ലൈവ് സെഷന്റെ ആണ്. ഇത് കൂടാതെ തന്നെ നമ്മുടെ റെക്കോർഡർ ക്ലാസ്സുകൾ നമ്മൾ കൊടുക്കുന്നുണ്ട്. സിലബസിനനുസരിച്ചുള്ള റെക്കോർഡർ ക്ലാസ്സുകൾ ഉണ്ട്. ദെൻ വീക്ക്ലി റിവിഷൻ ടെസ്റ്റ് നമ്മൾ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വീക്ക്ലി റിവിഷൻ ടെസ്റ്റ് ആ ഒരു രീതിയിലാണ് ഇവിടുത്തെ ക്ലാസ്സുകൾ മുന്നോട്ട് പോകുന്നത്. സോ നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ, ജോയിൻ ചെയ്യാൻ ഇൻട്രസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും 8589083568 എന്നുള്ള നമ്പറിലോട്ട് കോൺടാക്ട് ചെയ്യാം. ഓക്കെ ആണല്ലോ. അപ്പൊ ഇനി എന്തെങ്കിലും സജഷൻസോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോന് താഴെ തന്നെ കമന്റ് ചെയ്യാവുന്നതാണ്. സോ ദാറ്റ്സ് ഓൾ ഫ്രം ദിസ് സെഷൻ. താങ്ക് യു.